മാധ്യമ മുതലാളിമാർക്ക് പ്രത്യേക ഫണ്ട് അടച്ചു കൊടുത്താൽ എന്തെല്ലാം പി ആർ പണി ചെയ്തു കൊടുക്കും നോക്കണേ. അതും എല്ലാ ചാനലും ഒരേപോലെ. അത്ഭുതപ്പെട്ടു പോകും. ദൃശ്യം നോക്കിയേ. കോൺഗ്രസിന്റെ വയനാട് ക്യാമ്പ്. സാധാരണഗതിയിൽ നമ്മൾ ഈ വ്യായാമങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ എവിടെയായിരിക്കും? ഒന്നുകിൽ ഗ്രൗണ്ടിലായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ വീടിനകത്തായിരിക്കും. ഈ ബാൽക്കണിയിൽ നിന്ന് ഈ ക്യാമറ കാണാൻ വേണ്ടി, അതായത് ആ ദൃശ്യം കാണുമ്പോൾ തോന്നുന്നത് പണ്ട് കാലഘട്ടത്തിലും ഈ അപ്പുറത്തെ ലേഡീസ് ഹോസ്റ്റലോ അല്ലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിൽ സിനിമകളിൽ കാണിച്ചിട്ടുള്ളതുപോലെ നടന്മാർ ഇറങ്ങി നിന്ന് അവർ കാണാൻ വേണ്ടി ചില അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നത്, അതായത് ഈ മെയ് വഴക്കത്തിൻ്റെ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ പഴയകാല സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഇന്നും അത്തരം നമ്പറുകളാണ് പുറത്ത്. അതായത് ചാനൽ ക്യാമറകളെ PR പൈസ അടച്ചതിന് ശേഷം ആരൊക്കെ അടച്ചിട്ടുണ്ടോ അവരൊക്കെ ചെയ്യുന്ന ഒരേ ദൃശ്യം, അതായത് ഞങ്ങൾ ഇത്ര മണിക്ക് പുറത്ത് വരും, നിങ്ങളെല്ലാം തയ്യാറായി നിൽക്കണം, അതെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പായിട്ട് കൊടുക്കണം. അതും എന്തെല്ലാം കോമഡികളാണെന്ന് നോക്കിയേ. ഉസ്മാൻജി, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങി KC വേണുഗോപാൽ വരെ കാട്ടുന്ന അഭ്യാസം കണ്ടാൽ ഒരു കാര്യം പറയാം, ഇതൊന്നും ഇവർ ചെയ്യുന്ന പ്രവൃത്തിയല്ല. പക്ഷേ നാളുകളിലെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടി ഞങ്ങൾ ഇത്തരം ആൾക്കാരാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ടാൽ മറ്റേ യശോദേ എന്നുള്ള ഡയലോഗല്ലേ, അതാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ രണ്ട് ചാനലിലെ ദൃശ്യങ്ങൾ ഒരേപോലെ നിങ്ങൾ ബോക്സിൽ കാണിക്കുകയാണ്. ഒന്ന് റിപ്പോർട്ടർ ചാനലും ഒന്ന് മീഡിയ വണ്ണും കൊടുത്തത് നിങ്ങൾ നോക്കൂ. എങ്ങനെയാണിത് ഒരുപോലെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കൂ. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ തൊല്ലി പൊളിഞ്ഞു പോകുന്ന തോന്നില്ലേ? ഇങ്ങനെയൊക്കെ എന്തിനാണ് നേതാക്കന്മാർ കൃത്രിമം കാണിക്കുന്നത്, കാപട്യം കാണിക്കുന്നത്? കനകോലു സിദ്ധാന്ത പ്രകാരം കോൺഗ്രസിന്റെ MLA-മാരെല്ലാം ആക്റ്റീവാണ്, രാവിലെ എഴിച്ച് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതാണെന്ന് ഒന്ന് വീഡിയോയുടെ മുന്നിൽ നിങ്ങൾ അഭിനയിച്ച് കാണിച്ചാൽ മതി. മൂട്ടിൽ വെയിലടിക്കുന്നവരെ കിടന്ന് ഉറങ്ങുന്ന ടീംസാണ്. എന്തെല്ലാം പ്രവർത്തനങ്ങൾ കാണിക്കുന്നു. സണ്ണി ജോസഫിന്റെ കാര്യമാണെങ്കിൽ അതിനേക്കാൾ കോമഡിയാണ്. രാവിലെ എക്സർസൈസ് ചെയ്യാനായിട്ട് ഖദർ മുണ്ടും ഖദർ ഷർട്ടും ഇട്ട് നിൽക്കുന്ന വ്യക്തി. ഇതൊക്കെ കണ്ടിട്ട് ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ഇത്ര മണ്ടന്മാരാണോ? ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നേതാക്കന്മാരെല്ലാം സൂപ്പറാണെന്ന് വിശ്വസിക്കുന്നവരെ അധപ്പതിച്ചോ എന്ന് തോന്നിപ്പോവുകയാണ്.